ഒരു തുള്ളി ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കട്ടോ. ഇത് കാണും പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. അതും റവ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. ആരെ വീട്ടിലല്ലേ റവ ഇല്ലാതിരിക്കുക? നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള റവ ഉണ്ടെങ്കിൽ അതിന്ന് ഒരു കപ്പ് റവ ഇങ്ങോട്ട് എടുത്തോളിട്ടോ. ഇനി വറുത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പലഹാരം ഒരുപാട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ട് മിക്സിൻ്റെ ജാറ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പൊടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള പണി, ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ട് ഇതുപോലൊരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റവ പൊടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഒരു ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു മധുരത്തിലാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അതും പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, ശർക്കര വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റവ ഞാനൊന്ന് പൊടിച്ചപ്പോഴേക്കും ഇതാ ശർക്കര ഉരുകി തിളച്ച്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് ഇവിടെ നിൽക്കട്ടെ. ഇത് കുറച്ചൊന്ന് ചൂടാറും കൂടെ വേണം കേട്ടോ. റവ ഒരുപാട് പൊടിയണം എന്നൊന്നുമില്ല, എന്നാലും കുറച്ചൊരു പൊടിയും കുറച്ചൊരു തരിയും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ റവ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മിക്സിയുടെ ജാറ് കുറച്ച് നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തോർത്തിയതിന് ശേഷം മാത്രം പൊടിക്കട്ടോ. എന്നിട്ട് അത് പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കാനുണ്ട്. തേങ്ങാപ്പാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഉണ്ടാവുമല്ലോ ചിരക്കീൻ്റെ ബാക്കിയൊക്കെ ഇങ്ങനെ പകുതിയും ഒക്കെ ആയിട്ട് അങ്ങനെ കൊട്ടയഞ്ഞത് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ തേങ്ങ ഒക്കെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നേരം ചിരകിയിട്ട് പകുതി മുക്കാലൊക്കെ ആയത് ആ ഒരു അടിഭാഗമൊക്കെ ഫ്രിഡ്ജിക്കൊക്കെ വെച്ച് പിന്നെ മറന്നു പോയ അങ്ങനെയുള്ള കുറച്ച് അടിഭാഗങ്ങളൊക്കെ എടുത്തിട്ടാണ്. പക്ഷെ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള തേങ്ങ ഒക്കെ എടുക്കട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിരിക്കണേ. ഇതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചു. അപ്പോൾ നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുത്തത് കേട്ടോ. ഇനി ഇതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും ഇത്. ഒരു മുറി തേങ്ങ അങ്ങനൊന്നും പറയാൻ പറ്റൂല കേട്ടോ. കാരണം 2-3 മുറി തേങ്ങ വന്ന് പകുതി ചിരകി അങ്ങനെയൊക്കെ ആയിട്ടുള്ള അടിയും പൊടിയൊക്കെ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ തേങ്ങയൊക്കെ നമ്മൾ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കടി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയ തേങ്ങ ഉണ്ടാവില്ല, നമ്മൾ ചിരകീൻ്റെ ബാക്കിയൊക്കെ ഫ്രഷ് അല്ലാത്ത അതിട്ടിട്ട് നമ്മൾ കറി വെച്ചാലും ഇനി എന്തെങ്കിലും ചായൻ്റെ കടിയിലിട്ടാലും ഒന്നും ടേസ്റ്റ് കിട്ടൂല. പക്ഷെ ഇതുപോലുള്ള പലഹാരം തയ്യാറാക്കാനൊക്കെ എടുക്കുമ്പോൾ അത് നമുക്കിത് നല്ലോണം വറ്റിച്ചെടുക്കണോണ്ട് തന്നെ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ വെന്ത് വരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ നമ്മളൊരു പലഹാരത്തിന്. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടല്ലാത്തതാണെങ്കിലും ഇത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ശർക്കര ആദ്യമേ ഉരുക്കാൻ വെച്ചതുകൊണ്ട് കിട്ടിയ ഗുണം എന്താണെന്നറിയോ? നമ്മളിത് ചൂടോടുകൂടി ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചതുകൊണ്ട് ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കട്ടോ. കാരണം ഈ ചില ശർക്കരയിലൊക്കെ നല്ലോണം കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ശർക്കരയിൽ എന്താണെന്നറിയില്ല, കരടോ കുറുമ്പോ ഒന്നുമില്ല. എന്നാലും നമ്മൾക്കൊരു മനസ്സിന് റാഹത്ത് കിട്ടണേ ഒന്ന് അരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലൊന്ന് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതാ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള റവ ഈ ഒരു ശർക്കരപ്പാനി ഉരുക്കിയ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ശർക്കരപ്പാനി ഉരുക്കിയ പാത്രം നമ്മൾ ചിലപ്പോൾ കഴുകേണ്ടിയൊക്കെ വരും. കാരണം ചില ശർക്കര ഉരുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്ലും കുറുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അടിയിൽ എന്തായാലും ഊറി കിടക്കും. അപ്പോൾ നമ്മൾ കഴുകി കളയണം. ഇതിനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചട്ടിയാണ്, അതിലൊരു കരടോ കുറുമ്പോ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ആ ഒരു റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങളെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ല, ഏലക്ക മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത്രയും ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത് നമ്മൾ ഏലക്കായി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ആ തൊലി അടക്കം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് അധികവും പഞ്ചസാരയാണ് അതിൽ. അപ്പോൾ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഓപ്ഷനിലാണ്, പക്ഷേ നമ്മൾ നല്ല ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് വല്ലാത്തൊരു രുചിയാണ്. ഇപ്പം നിങ്ങളടുത്ത് നല്ല ജീരകത്തിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും. നല്ല ജീരകത്തിൻ്റെ രുചി ഇഷ്ടമുള്ളവരൊക്കെ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കുറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് സമയം ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് ഗ്യാസ് പോകുന്നൊന്നും പേടിക്കണ്ട. കുറച്ച് സമയം കൊണ്ട് ഇപ്പോൾ ഇത് തിളച്ചിട്ടില്ല, തിളക്കാതെ തന്നെ ഇത് ഇത്രയും കുറുകിയിട്ടുണ്ട് കേട്ടോ. കാരണം റവയല്ലേ, വേഗം കുറുകും. ഇനി ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കത്തിക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തിളക്കുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച ആ ഒരു സ്റ്റേജിൽ ആവുകയും ചെയ്യും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിലല്ല വിറകടുപ്പത്താണ് ഇതുപോലുള്ള തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. വിറകടുപ്പത്തും വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇളക്കാനില്ലല്ലോ. പക്ഷെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പോൾ നമുക്ക് കൈയെടുത്തിട്ടൊക്കെ ഇളക്കുക. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കിയാലും മതിയാവും. അടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അലുമിനിയം പാത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചിലപ്പോൾ അടിക്ക് പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടുതൽ പെട്ടെന്ന് ഇളക്കണതായിക്കോട്ടെ നന്നാവുക. കണ്ടില്ലേ, വേഗം ആവുന്നുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ ഇതിൻ്റെ എങ്ങനെ അറിയാം, ഇതിൻ്റെ ആ ഒരു കറക്റ്റ് നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം. ഞാൻ അങ്ങനെ ഇളക്കുമ്പോൾ കണ്ടില്ലേ, ചട്ടിയിലൊന്നും പിടിക്കണില്ലല്ലോ. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടി നല്ല ജീരകപ്പൊടി ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും ആ ഒരു ശർക്കര പാനും തേങ്ങാപ്പാലും എല്ലാം കൂടി ആയപ്പോൾ ഇതിനൊരു വെറൈറ്റി ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്മെല്ലിന് മതിയാവും നമുക്ക് ഇത് കഴിക്കാൻ. അധികമൊരു കൊതിയായിരിക്കും. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലിപ്പോൾ ഈ മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമല്ല, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. പിന്നെ നമുക്കായാലും മധുരം ഒരു നല്ലൊരു രുചിയിൽ ഇടയ്ക്കൊരു മധുരം കഴിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇത്. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതിന് തേങ്ങാപ്പാലിന് പകരം നിങ്ങൾ പശുവിൻ പാലൊന്നും ചേർക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലും ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഉരുട്ടിയെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ഒരു മൂടി വെച്ചിട്ട് മുറിച്ചെടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യണത് എന്താ വെച്ചാൽ ഇതുപോലുള്ളൊരു മെഷർമെൻറ്റ് കപ്പിൽ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു വെറൈറ്റി ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക.